ഹിജ്രി കലണ്ടറിലെ രണ്ടാമത്തെ മാസമായ സഫർ, ആ സഫർ എന്ന മാസത്തിന് സഫർ എന്ന പേര് വരാൻ പ്രധാനമായി രണ്ട് കാരണമാണുള്ളത്. സഫർ എന്ന വാചകത്തിൻ്റെ അർത്ഥം ശൂന്യമായിരിക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ പരിശുദ്ധമായ മുഹറം മാസത്തിൽ യുദ്ധങ്ങൾക്കോ മറ്റ് കച്ചവടങ്ങൾക്കോ ഒന്നും പോകാതെ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്ത് അവരവരുടെ ഭവനങ്ങളിൽ തന്നെ ഒരുമിച്ച് കൂടിയിരുന്നവർ പിന്നീട് സഫർ മാസമായാൽ കച്ചവടത്തിന് പോകും, ആവശ്യമാണെങ്കിൽ യുദ്ധങ്ങൾക്ക് പോകും. അങ്ങനെയാകുമ്പോൾ അവരുടെ വീടുകളൊക്കെ ശൂന്യമായിരിക്കും. അങ്ങനെയാണ് ശൂന്യമായിരിക്കുക എന്ന അർത്ഥത്തിലുള്ള ഒന്ന് വന്നത്. രണ്ടാമത്തെ കാരണം, സഫർ എന്ന് നാമകരണം ചെയ്യപ്പെട്ട ആ സമയത്ത് മരങ്ങളിൽ നിന്ന് മരങ്ങളുടെ ഇലകൾ മഞ്ഞ നിറത്തിലായി അത് പൊഴിയുന്ന കാലമായിരുന്നു, ഇല പൊഴിച്ചിലിൻ്റെ കാലമായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ അർത്ഥം വന്നത് എന്നൊക്കെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. എങ്ങനെയായാലും സഫർ മാസം എന്ന് പറയുന്നത് ജാഹിലിയ കാലഘട്ടത്തിലുള്ള ആളുകൾ അതൊരു ദുശകുനത്തിൻ്റെ മാസമാണ്, ഒരു അന്ധവിശ്വാസങ്ങളുടെ മാസമാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ആ മാസത്തിൽ കല്യാണം നടത്തില്ല, കച്ചവടങ്ങൾ നടത്തില്ല. ആ മാസത്തിൽ പരമാവധി നല്ല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു. അവിടെയാണ് ഇസ്ലാമിൻ്റെ നവോത്ഥാനത്തിൻ്റെ വിപ്ലവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന് അപ്പാടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരുത്തി എഴുതി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ആദ്യമായി സംസാരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറയാൻ പറ്റും. അക്കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ പക്ഷികളെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. അതുപോലെ തന്നെ ചില ദുശഗുണങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമായിരുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ അദുവ വലാ തുയറത വലാ ഹാമ്മത വലാ സഫറ. പകർച്ചവ്യാധി, നിങ്ങൾ ഒരാൾക്ക് ഒരു അസുഖമുണ്ട് എന്ന് കരുതി അയാളിൽ നിന്ന് നിങ്ങൾ കംപ്ലീറ്റ് മാറി നിൽക്കേണ്ടതില്ല. അയാളെ നിങ്ങൾക്ക് പരിചരിക്കണം. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അസുഖം നൽകുന്നതും അസുഖം നൽകാതിരിക്കുന്നതുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. കൊറോണ വന്ന സമയത്ത് നമ്മൾ ചില ആളുകളെ മാറ്റി നിർത്തി, എന്നാൽ അവരെ പരിചരിച്ച ഒരുപാട് ആളുകൾക്ക് കൊറോണ വന്നിട്ടില്ല. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതെല്ലാം ആർക്ക് നൽകണം, ആർക്ക് നൽകേണ്ട എന്നത് അള്ളാഹുവിൻ്റെ ഖദർ ഖലായിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പക്ഷികളെ ആകാശ ലോകത്തേക്ക് വിട്ടുകൊണ്ട് ലക്ഷണം നോക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂങ്ങ എന്ന് പറയുന്നത്, അതിൻ്റെ സ്വരം കേൾക്കുന്നത്, അതിൻ്റെ ശബ്ദം കേൾക്കുന്നത് ദുശഗുണമാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു സഫർ മാസം നല്ലതല്ല, അത് ദുശഗുണമുള്ള മാസമാണ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു ചരിത്രത്തിൽ തന്നെ എഴുതി വെക്കാൻ കഴിയുന്ന അതിമഹത്തായ പ്രഖ്യാപനത്തെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചത്. അത്തരം ചില അന്ധവിശ്വാസങ്ങൾ വർത്തമാന കാലഘട്ടത്തിലുമുണ്ട്. ഒരു വഴിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് കറുത്ത പൂച്ചയെ കണ്ടാൽ ആ യാത്ര നല്ലതല്ല എന്ന് വിശ്വസിക്കുന്നു. മൂങ്ങയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് നല്ലതല്ല. ഏതെങ്കിലും 2-3 അക്കങ്ങൾ എടുത്തുകൊണ്ട് അതിൻ്റെ ഭാഗ്യ നമ്പറാണ്, ആ നമ്പറിൽ ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നതാണ് എന്ന രൂപത്തിൽ ചില ചോയ്സുകൾ നടത്തുന്ന രീതി, ഇതെല്ലാം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളെല്ലാം ഇസ്ലാം പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചവറ്റുകൊട്ടയിലേക്ക് ഇടുന്നതിൻ്റെ ഒരു തെളിവാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിജയ പരാജയങ്ങളെ തീരുമാനിക്കുന്നത് ഏതെങ്കിലും ഒരു കാരണങ്ങളെ കൊണ്ടല്ല, മറിച്ച് നമുക്ക് എന്ത് നൽകണം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത. നമുക്ക് എന്താണോ വേണ്ടത് അത് നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു നമുക്ക് നൽകാൻ ഉദ്ദേശിച്ചാൽ അതിനെ തടയാൻ ആർക്കും കഴിയില്ല. നമുക്കൊരു വിപത്ത് വരാനുണ്ടോ, അത് നൽകുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്, അത് തടയേണ്ടവനും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് ഈ ഒരു തവക്കുലാകുന്ന കാര്യമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു കാര്യം കാണുമ്പോഴേക്ക് ആ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകുന്ന രീതി പരിശുദ്ധ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാം അത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ അപ്പാടെ ഇസ്ലാം എതിർക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവൻ വന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത്, അവൻ ഒരു ദുശഗുണം പിടിച്ച ആളാണ്, അവൻക്കൊരു ബർക്കത്തില്ലാത്ത ആളാണ്,
അവൻ അങ്ങനെയുള്ള ആളാണ്. ഇങ്ങനത്തെ ചിന്തകളൊന്നും പരിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നില്ല. നമ്മളെല്ലാ കാര്യത്തിലും അള്ളാഹുവിൻ്റെ അടിമകളാണ്. എന്തു വേണോ അള്ളാഹു നൽകും, എന്തു വേണ്ടേ അള്ളാഹു തല നൽകില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ഈ സഫർ മാസത്തെ ഒരു ദുശകുനമായി കണ്ടെത്തിയതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ തിരുത്തലുകൾ കൊണ്ടുവന്ന മാസമാണ് സഫർ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിട്ട് മദീനയിലേക്ക് ഹിജ്റ പോകാനായി വീട് വിട്ടിറങ്ങുന്നതും സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചതും പരിശുദ്ധമായ സഫർ മാസത്തിലാണ്. എന്ന് മാത്രമല്ല, ആറ്റലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ മഹദിയായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു തആല അൻഹയെ അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് കല്യാണം കഴിപ്പിച്ചു കൊടുത്തതും ഈ സഫർ മാസത്തിലാണ്. ഇസ്ലാമിലെ തന്നെ ഏറ്റവും വലിയ അഭിമാന യുദ്ധമായി മാറിയ ഖൈബർ, ആ ഖൈബർ യുദ്ധത്തിൽ പരിശുദ്ധ ഇസ്ലാമിന് ചരിത്ര പ്രസിദ്ധമായ വിജയം ലഭിച്ചത് അത് ഈ സഫർ മാസത്തിലായിരുന്നു. എന്നു മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് പങ്കെടുത്ത ആദ്യത്തെ യുദ്ധം അബവാ യുദ്ധം, ആ യുദ്ധം നടന്നത് സഫർ മാസത്തിലാണ്. അതുകൊണ്ട് സഫർ മാസം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ നമുക്കൊരു ദുശകുനത്തിന്റെ മാസം അല്ല. എല്ലാ മാസത്തെയും പോലെയുള്ള മാസം തന്നെയാണ് സഫർ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ദുശകുനങ്ങളും അന്ധവിശ്വാസങ്ങളും തകർക്കുന്ന ഒരു രീതിയാണ് പരിശുദ്ധ ഇസ്ലാമിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അള്ളാഹുവാണ് എല്ലാം നൽകുന്നവൻ എന്നുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മൻ റദ്ദതുഹു തുയറത മിൻ ഹാജത്തിൻ ഫഖദ് അശ്റക. ആരെങ്കിലും ഇത്തരത്തിലുള്ള ദുശകുനങ്ങളിൽ വിശ്വസിക്കുക, അതുപോലെ ഈ പക്ഷികളിലെ ദുശകുന ചിന്ത കാരണം തൻ്റെ ആവശ്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു വരുന്ന ഒരു രീതി ഏതെങ്കിലും ഒരു മനുഷ്യൻ സ്വീകരിച്ചാൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തവനാണ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമ്മുടെ വിശ്വാസം അവിടെ മാറിപ്പോകുന്നു. എനിക്കെല്ലാവരും നൽകേണ്ടത് അള്ളാഹുവാണ് എന്നതിൽ നിന്ന് മാറി ചില കാരണങ്ങളിലേക്ക് ബന്ധിപ്പിക്കുന്നത് ശരിയല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ സമയത്ത് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, മാ കഫാറത്തു ദാലിക യാ റസൂലല്ലാഹ്, അങ്ങനെ ഞങ്ങൾ ഇതുവരെയും ചെയ്തു പോയിട്ടുണ്ട്. പക്ഷികളെ നിർത്തിക്കൊണ്ട് ഞങ്ങൾ ശാസ്ത്രം നോക്കിയിട്ടുണ്ട്, ജ്യോത്സ്യന്മാരുടെ മുന്നിൽ പോയിട്ട് ഞങ്ങൾ ശാസ്ത്രം നോക്കിയിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് ഇതിനുള്ള കഫാറത്ത് എന്ന് ചോദിച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അല്ലാഹുമ്മ ലാ ഖൈറ ഇല്ലാ ഖൈറുക വലാ ത്വയ്റുക ഇല്ലാ ത്വയ്റുക വലാ ഇലാഹ ഗൈറുക എന്ന പ്രാർത്ഥന അധികരിപ്പിക്കണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. അല്ലാഹുവേ, നിന്റെ നന്മയല്ലാതെ യാതൊരു നന്മയും ഞങ്ങൾക്ക് ലഭിക്കാനില്ല. വലാ ത്വയ്റ ഇല്ലാ ത്വയ്റുക, അല്ലാഹുവേ, നിന്റെ പരീക്ഷണങ്ങളല്ലാതെ മറ്റൊരു പരീക്ഷണങ്ങളും ഞങ്ങൾ അഭിമുഖീകരിക്കാനില്ല. വലാ ഇലാഹ ഗൈറുക, ഞങ്ങൾക്കെല്ലാം നൽകുന്ന മതിയായ റബ്ബ് നീ മാത്രമാണ്, നീ അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന പ്രാർത്ഥന അധികരിപ്പിച്ചുകൊണ്ട് ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഒരു വിശ്വാസിക്ക് എപ്പോഴാണ് നല്ല സമയങ്ങൾ, ഒരു വിശ്വാസിക്ക് എപ്പോഴാണ് ചീത്ത സമയങ്ങൾ. മഹാനവറുകൾ പഠിപ്പിച്ച വളരെ മഹത്തരമായ ഒരു വാചകമുണ്ട്, കുല്ലു സമാനിൻ ശഗലഹുൽ മുഅ്മിനു ബിത്വാഅത്തില്ലാഹ് ഫഹുവ സമാനുൻ മുബാറകുൻ അലൈഹി. ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി അവന്റെ സമയങ്ങളെ അള്ളാഹുവിന്റെ മാർഗത്തിലായി ചിലവഴിക്കുന്നുണ്ടെങ്കിൽ ഫഹുവ സമാനുൻ മുബാറകുൻ അലൈഹി, അവൻക്ക് നല്ല സമയം എന്ന് പറയുന്നത് അതാണ്. വകുല്ലു സമാനിൻ ശഗലഹുൽ അബ്ദു ബിമഅസിയത്തില്ലാഹ് ഫഹുവ ശുഉമുൻ അലൈഹി. ഒരു വിശ്വാസി അവന്റെ സമയങ്ങൾ തെറ്റിലായി ചിലവഴിക്കുന്നുണ്ടെങ്കിൽ, അനാവശ്യത്തിലേക്ക് ഹറാമിലേക്ക് ചിലവഴിക്കുന്നുണ്ടെങ്കിൽ അവന്റെ മോശപ്പെട്ട സമയം, അവന്റെ ചീത്ത സമയം എന്ന് പറയുന്നത് ഈ സമയമാണ് എന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതല്ലാതെ മുന്നിലൂടെ പൂച്ച പോയത് കൊണ്ടോ അല്ലെങ്കിൽ വിദ്യാലയത്തിലേക്ക് പോകുമ്പോൾ കുട്ടികൾ നോക്കും, ഒരു മൈനയെ കണ്ടാൽ ഇന്ന് ചോദ്യം ചോദിക്കും, അപ്പൊ 2 മൈനയെ കാണാൻ വേണ്ടി വീണ്ടും തിരിഞ്ഞു പോകും. അതൊക്കെ കുഞ്ഞിലെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ശീലങ്ങളാണ്. എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വഴിയിലേക്ക് ഇറങ്ങുമ്പോൾ ചില മനുഷ്യരെ കാണുമ്പോൾ അവൻ വഴിയിലുണ്ട്, ഇന്ന് ഞാൻ വഴിയിലോട്ട് പോണ്ട, അവനെ കണ്ടിറങ്ങിയാൽ ആ കാര്യം നന്നാകൂല, അവനെ കണ്ടിറങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം മോശമാകും എന്ന ചിന്ത നല്ലതല്ല എന്ന് മാത്രമല്ല, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്നായി എതിർത്ത ചിന്ത കൂടിയാണത്. യാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഒരു പൂച്ച പോയി, അങ്ങനെ ഒരു പൂച്ച ഓടിച്ചാടി നമ്മളെന്താ വിചാരിക്കേണ്ടത്, നമ്മളെക്കാൾ എന്തോ തിരക്കാ പൂച്ചക്കുണ്ട്, അപ്പോൾ പൂച്ച പോയിക്കോട്ടെ, അത്രയും ചിന്തിച്ചാൽ മതിയല്ലോ.
നമ്മളെക്കാൾ എന്തോ ഒരു ആവശ്യത്തിന് ആ പൂച്ച പോവുകയാണ്, അതുകൊണ്ടാണ് നമ്മളെ ക്രോസ് ചെയ്ത് പോയത്. ആ പൂച്ച പോയിക്കോട്ടെ എന്ന് ചിന്തിച്ചാൽ മതി. അതുപോലെ ഈ ഭാഗത്തുണ്ടല്ലേ ചില ആളുകൾ മൂങ്ങയുടെ ശബ്ദം കേട്ടാൽ അതൊരു അശകുനത്തിന്റെ ശബ്ദമാണ്. അതുപോലെ ചീവീടിന്റെ ശബ്ദം കേട്ടാൽ ആ ഭാഗത്ത് എവിടെയൊക്കെയോ അസ്രായേൽ വന്നിട്ടുണ്ട്, ഇവിടെ എവിടെയൊക്കെയോ മരണം നടക്കാനുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ചില ധാരണകൾ, അതെല്ലാം തെറ്റാണ്. പരിശുദ്ധ ഇസ്ലാം അന്ധവിശ്വാസങ്ങളുടെ മതമല്ല, ഇസ്ലാം ആധികാരികമായ വിശ്വാസത്തിന്റെ മതമാണ് ഇസ്ലാം. അതുകൊണ്ട് അത്തരം അന്ധവിശ്വാസങ്ങളിൽ നമ്മൾ മാറി നിൽക്കണം. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ, ചില ദിവസങ്ങൾക്ക് നഹ്സുകളുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ്. നഹ്സുകൾ നോക്കാറുണ്ട്. നല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ഉസ്താദുമാരെ വിളിച്ചു ചോദിക്കും, ആ കാര്യത്തിൽ നഹ്സ് ഉണ്ടോ എന്ന് ചോദിക്കും. ചില ആളുകൾ പറയും അങ്ങനെ ഒരു പ്രത്യേകമായ ദിവസത്തിൽ നഹ്സ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഇസ്ലാം പറയുന്നുണ്ടല്ലോ സൂറത്തു ഫുസ്സിലത്തിന്റെ 16-ാമത്തെ അധ്യായത്തിൽ ആദ് സമൂഹത്തെ എങ്ങനെയാണ് ഹൂദ് നബിയുടെ ആദ് സമൂഹത്തെ എങ്ങനെയാണ് നശിപ്പിച്ചത് എന്നതുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു. എന്ന് വെച്ചാൽ ആദ് സമൂഹത്തെ അല്ലാഹു തആല നശിപ്പിച്ച ആ ദിവസം അതൊരു ശുഭകരമല്ലാത്ത ദിവസമാണ്, നഹ്സുള്ള ദിവസമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മനസ്സിലാകും, എല്ലാ സമയങ്ങളും ഒരുപോലെ അല്ലല്ലോ. ചില സമയങ്ങൾക്ക് ഏറ്റവും വ്യത്യാസങ്ങളുണ്ട്. നമുക്കറിയാം ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ച ദിവസം ളുഹറിന്റെ മുന്നേ ഉള്ള സമയമാണ്. അതിൻ്റെ കണക്ക് ളുഹറിന്റെ മുന്നേ ഉള്ള സമയം എന്നാണ്. അല്ലാതെ അവിടെ രാഹുകാലം എന്നോ മറ്റു കാലം എന്നോ ഒന്നുമില്ല. ളുഹറിന്റെ മുന്നേ ഉള്ള സമയം, ളുഹാ സമയത്തായാൽ അത്യുത്തമമാണ് എന്ന അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇങ്ങനെ ചില സമയങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. നോക്ക് നിങ്ങൾ, സുബ്ഹിന് ശേഷമുള്ള സമയം, ആ സമയത്തെ പരിശുദ്ധ ഇസ്ലാം ഏറ്റവും നല്ല സമയമായിട്ടാണല്ലോ കണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, സുബ്ഹിയുടെ ശേഷമുള്ള സമയത്തെ ഒരു മനുഷ്യൻ ഇബാദത്തിലായി ഉപയോഗപ്പെടുത്തിയാൽ, മൻ സ്വല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ, ഒരാൾ സുബ്ഹി നിസ്കാരം ജമാഅത്ത് നിസ്കരിക്കുന്നു, എന്നിട്ട് അവൻ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് അവന്റെ സമയത്തെ ചിലവഴിക്കുകയാണ്. ഏതുവരെ? സൂര്യൻ ഉദിക്കുന്നത് വരെ. എന്നിട്ട് അവൻ 2 റക്അത്ത് നിസ്കരിക്കുന്നു, അഥവാ അവൻ ളുഹാ നിസ്കരിക്കുന്നു. അങ്ങനെ അവൻ സുബ്ഹ് ജമാഅത്തായി നിസ്കരിച്ച് ളുഹാ സമയം വരെ ദുന്യവിയായ സംസാരങ്ങളൊന്നുമില്ലാതെ ദിക്ർ ചൊല്ലി ഖുർആൻ ഓതി അവന്റെ സമയങ്ങളെ ചിലവഴിച്ച് 2 റക്അത്ത് ളുഹാ നിസ്കരിച്ചു കഴിഞ്ഞാൽ അവന് ഒരു പരിശുദ്ധമായ ഹജ്ജും ഉംറയും ചെയ്തതുപോലത്തെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അപ്പൊ ആ സമയത്തിന് പ്രത്യേകതയുണ്ട്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ അബീ ലൈൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. മഹാനവറുകൾ സുബിയുടെ ശേഷമുള്ള സമയത്ത് ഇങ്ങനെ ഈത്തപ്പനയുടെ ഒരു തോട്ടത്തിൽ ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അങ്ങനെ വിശ്രമിക്കുന്ന സമയത്ത് അംർ ബിൻ ബുലൈൽ റളിയല്ലാഹു തആല അൻഹു ചെന്നിട്ട് ഇങ്ങനെ കാല് തട്ടിക്കൊണ്ട് മഹാനവറുകളെ വിളിക്കുക. കാല് തട്ടിയിട്ട് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ചോദിക്കുന്നുണ്ട്, അള്ളാന്റെ എല്ലാ അടിമകളും അള്ളാഹ്ക്ക് വേണ്ടി ഉന്മേഷത്തോടുകൂടി ഇബാദത്ത് ചെയ്യുമ്പോൾ നീ കിടന്നുറങ്ങാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ സമയത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാ. അതുകൊണ്ടാണ് ആ സമയത്തുറങ്ങിയാൽ ദാരിദ്ര്യം ഉണ്ടാകും എന്ന് പറയുന്നത്. അത് ആ സമയത്തെ ഉപയോഗപ്പെടുത്തേണ്ട സമയത്ത് ഇല്ലാണ്ടാക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഭർത്താവിൻ്റെ ജോലിയിൽ ബർക്കത്തില്ല, അതുപോലെ മകൻ്റെ ജോലിയിൽ ബർക്കത്തില്ല എന്നൊക്കെ പരാതിയും പരിഭവവും പറയുന്നിടത്ത് ചിലപ്പോൾ ആ ഉമ്മ സുബിന് ശേഷം ഉറങ്ങലാണെങ്കിൽ ആ ഉറക്കത്തെ ഒന്ന് മാറ്റണം. നമ്മളും ആ ഉറക്കത്തെ ഒന്ന് മാറ്റണം. നേരത്തെ പള്ളിയിലേക്ക് വന്ന് നേരത്തെ വീട്ടിലേക്ക് ചെന്ന് അവിടെ കിടന്നുറങ്ങാം എന്നതല്ല നമ്മുടെ സിസ്റ്റം. ആ സമയത്ത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാ ഞാൻ പറഞ്ഞു വരുന്നത്. അങ്ങനെ ചില പ്രത്യേകമായ സമയങ്ങൾക്ക് നല്ല സമയം എന്ന് പറയാൻ പറ്റും. പ്രത്യേകമായ ചില സമയങ്ങൾക്ക് ബറക്കത്തുള്ള സമയമാണ് എന്നതുപോലെ ചരിത്രത്തിൽ ശുഭകരമല്ലാത്ത ചില കാര്യങ്ങൾ സംഭവിച്ച ദിവസങ്ങൾക്ക് നഹ്സുണ്ട്. അത് പരിശുദ്ധ ഇസ്ലാമിന് അടിസ്ഥാന പ്രമാണമുണ്ട്. അതുകൊണ്ട് ആ നഹ്സുകളെ നോക്കലും പരിഗണിക്കലും നല്ലത് തന്നെയാണ് എന്ന് കരുതി അതിൻ്റെ പേരിൽ അന്ധവിശ്വാസങ്ങളെ കയറ്റിക്കൂട്ടാൻ പാടില്ല. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ മൂങ്ങയെ കണ്ടാൽ, കാക്കയെ കണ്ടാൽ, അതുപോലെ പൂച്ച വട്ടം ചാടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളെ നമ്മൾ മുന്നോട്ട് വെക്കാൻ പാടില്ല. കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരം ഈ പുതിയ കാലഘട്ടത്തിലും എന്ന് വേണ്ട എല്ലാ കാലഘട്ടത്തിലുമുള്ള ചില കാര്യങ്ങളാണ് ചില ആളുകൾ പ്രശ്നം വെപ്പിച്ച് നോക്കും.
ജോത്സ്യരുടെ അടുക്കൽ പോയിട്ട് പ്രശ്നം വെപ്പിച്ചു നോക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരച്ചുവട്ടിൽ ഒരു കിളിയുമായിട്ടിരിക്കുന്ന ഒരാളുടെ അടുക്കൽ പോയിട്ട് ഭാവി വർത്തമാനം പറഞ്ഞു നോക്കും, കൈരേഖ നോക്കും, മുഖം നോക്കിയിട്ട് എനിക്കിനി വരാൻ പോകുന്നത് നല്ല കാലാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയുണ്ട്. ഇത് പരിശുദ്ധ ഇസ്ലാം എല്ലാ നിലക്കും നിരോധിച്ച കാര്യമാണ്. അങ്ങനെ ജോത്സ്യരുടെ അടുക്കൽ പോകാൻ പാടില്ല. കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുന്ന സമയത്ത് കാര്യമായിട്ട് ഇതാ, നിങ്ങൾ 1 രൂപ മുടക്കൂ, നിങ്ങളുടെ ഭാവി ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളാണ്. ഇത്തരം കാര്യങ്ങളെ പരിശുദ്ധ ഇസ്ലാം എല്ലാ രൂപത്തിലും എതിർത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ലം തുഖ്ബൽ ലഹു സ്വലാത്തൻ 40 ലൈല. ഏതെങ്കിലും ഒരാൾ ഭാവി പ്രവചിക്കുന്ന ഒരാളെ സമീപിച്ചാൽ 40 ദിവസത്തെ അവന്റെ ആരാധനകൾ സ്വീകരിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. എന്നു മാത്രമല്ല, ജോത്സ്യരെ പോലെയുള്ള പണിക്കര് പോലെയുള്ള ആളുകളെ സമീപിച്ചാൽ അവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരെ പോകുമെന്ന് പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം അവിടെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വിശ്വാസത്തിന്റെ അപ്പുറത്തോട്ട് പോവുക. നബി തങ്ങൾ പഠിപ്പിച്ച എന്താ? എല്ലാം അള്ളാഹുവിൽ നിന്നാണ്. അപ്പൊ നമ്മൾ അള്ളാഹുവിൽ നിന്നാണെങ്കിൽ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുക എന്നതിൻ്റെ അപ്പുറത്ത് അള്ളാഹു അല്ലാത്ത ദൈവങ്ങളെ ആശ്രയിക്കുന്നു, അള്ളാഹു അല്ലാതെ ശൈത്താന്മാരെ, പിശാചുകളെ ആശ്രയിക്കുന്ന രീതി അത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത്, അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാറി നമ്മുടെ ഈമാനെ നമ്മൾ സംരക്ഷിക്കുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ച ബർക്കത്തുണ്ടാകേണ്ട കാര്യങ്ങൾ, നല്ല നല്ല കർമ്മങ്ങൾ, അതിലേക്ക് കൂടുതൽ അടുക്കുകയും ചെയ്യുക. അള്ളാഹു തആല നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ.